നിലവിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്ഡേറ്റ് ഒന്നുമില്ലടാ. ഇപ്പൊ എനിക്കൊന്ന് ദൈവമുണ്ട് വിളിച്ചു വരുന്നേക്കിവിടെ ഏതാ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ കഥാപാത്രങ്ങളെ ഒരിക്കലും കാണിക്കാൻ പറ്റത്തില്ല. മഞ്ഞുമൽ ബോസൊക്കെ കണ്ട പോലെ ഒരു വീരസാഹസിക കൃത്യമൊന്നും അല്ല ചെയ്തേക്കുന്നത്. അത്യാവശ്യം ട്രെയിലർ കണ്ടാലുള്ള സംഭവങ്ങൾ ചെറുങ്ങനെ മനസ്സിലായി കാണുമല്ലോ. അത്ര വീരസാഹസികതകളില്ല. അത് അവന്മാര് ചിലപ്പോ പഞ്ചായത്ത് വിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇവരവരോട് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കഥയാന്നുള്ളത്. അവര് ഫ്രഷ് ആയിട്ട് വന്ന് കാണുമ്പോൾ ഇത് ഇവന്റെയാന്ന് അറിഞ്ഞാൽ അവൻ പഞ്ചായത്ത് വിട്ട് പോകും. അതുപോലത്തെ കഥയാണ്. അല്ലല്ല, എനിക്കങ്ങനെ ഒരു ബാച്ചിലർ പാർട്ടി ഇല്ലായിരുന്നു. കാരണം അതിന്റെ ഒരു ഡെയിലി പാർട്ടി ഉള്ളവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ദിവസമായിട്ടൊരു ബാച്ചിലർ പാർട്ടി എന്ന് പറഞ്ഞൊരു ഇല്ല. അപ്പൊ ഞാൻ കല്യാണം തലേന്ന്, ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഞാൻ കല്യാണം തലേന്ന് രാത്രി ഒരു 9-10 മണി, പിറ്റേ ദിവസം രാവിലെ എന്റെ കല്യാണമാണ് 9 മണിക്ക് കണ്ണൂര്. അപ്പൊ ഞാൻ നേരത്തെ ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അളിയുണ്ടായിരുന്നല്ലേ, ഞാൻ ബാത്റൂമിൽ നിന്ന് ചീട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. ചീട്ട് കളിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എറണാകുളത്താണ്. 10:30 മണിക്ക് രാവിലെ എന്റെ കല്യാണം. രാത്രി 9-9:30 വരെ ഞാൻ എറണാകുളത്ത് ബാത്റൂമിൽ നിന്ന് മത്സരിച്ച് ചീട്ട് കളിയാണ്. അങ്ങനെ ആരോ വന്നിട്ട് എന്നോട് ചോദിച്ചു പോണ്ടേന്ന് ചോദിച്ചു. അപ്പൊ രാവിലത്തേക്ക് ഷർട്ട് എടുക്കണം, ഒന്നുമില്ല എന്റെ കയ്യിൽ. അങ്ങനെ രാവിലെ അപ്പൊ എന്നെ ആരും വിളിക്കുന്നുമില്ല. കല്യാണത്തിന് ആരും നീ വരുന്നില്ലേന്ന് പോലും ആരും വിളിക്കുന്നില്ല. പലരുടെയും വിചാരം അച്ഛൻ വിളിച്ചില്ല, അമ്മ വിളിച്ചില്ല, ആരും വിളിക്കുന്നില്ല. ഞാൻ എന്തിനാ പോണേ? ഷൂട്ട് മാറ്റി വെച്ചു. അങ്ങനെ രാത്രി ഒരു 9-10 മണിയായപ്പോഴാണ് ഈ മത്സരത്തിനിടയിൽ എന്നോട് ആരോ മാമൻ വിളിച്ചെന്നെ. അരവിന്ദന്റെ അതിഥികളൊക്കെ ചെയ്ത ജാതി ജാതക ചെയ്ത മാമൻ വിളിച്ചു പറഞ്ഞു നീ വരുന്നില്ലേന്ന് ചോദിച്ചു. അങ്ങനെ ഹോട്ടലിലുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ എറണാകുളത്താന്ന് പറഞ്ഞു. അങ്ങനെ ആ 10-10:30-11 മണിക്ക് ഞാൻ പുറപ്പെട്ട് ഏകദേശം 4-4:30 മണി വരെ 4-5 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. 6 മണി അപ്പോഴേക്ക് ഞാൻ വരുന്ന വഴിക്ക് നീരജിനെ ഹോട്ടലിൽ വെച്ച് കാണുന്നു. ഇവന്റെ കുറെ കലാപരിപാടികൾ കഴിഞ്ഞതിന് ശേഷം 9:30 മണിക്ക് ഞാൻ ഉറങ്ങാതെ എഴുന്നേറ്റ് നേരെ ഒരു 9:30 മണിക്ക് ആരോ തന്ന ഡ്രസ്സ് ഇട്ട് ഞാൻ നേരെ കല്യാണം കാലി എത്തും. തിരിച്ച് അതേപടി എറണാകുളത്തുനിന്ന് പിറ്റേ ദിവസം ചീട്ടുകളി പാരിസൈഡ്. പിന്നെ അല്ല, വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് പുള്ളിക്കാരിക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പരിപാടിയൊക്കെ അന്ന്, ഇപ്പൊ അതൊക്കെ നിർത്തി. ഇന്ന് സൂപ്പിലിടുമോ?